അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി യദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു മഹത്തായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി എന്നുള്ളത്. നമ്മളെ ഒരു വിഷയം അതാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി എന്നുള്ളതാണ്. നാം നമ്മുടെ 5 വക്ത് നിസ്കാരത്തിലൂടെ നാം പ്രാർത്ഥിക്കുന്നത് അതാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗം ഞങ്ങൾക്ക് തെളിയിച്ചു കൊണ്ട റബ്ബേ, നേരായ മാർഗത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. ആ ഒരു നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്, അപ്പം നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഒരു തൗഫീഖ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു അവസരം ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദൗർഭാഗ്യം എത്രയാണ് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ ഈ ദുന്യവിയായ ജീവിതം, ഇസ്ലാമിക വിശ്വാസികളോടാണ് ഞാൻ ഈ വിഷയം ഉണർത്തുന്നത്. കുറഞ്ഞ കാലത്ത് ജീവിക്കാൻ ഉള്ള ആളുകളാണല്ലോ നമ്മൾ. നൈമിഷികമായ ജീവിതമാണ് നമുക്കുള്ളത്. ഈ നശ്വരമായ ജീവിതത്തിൽ, നൈമിഷികമായ ഈ കാലത്ത് അനശ്വരമായ ഒരു ലോകത്തേക്ക് പോകേണ്ടവരാണ് നമ്മളൊക്കെ. അനശ്വരമായൊരു ലോകം നമുക്ക് വരാനുണ്ട്. ആ ലോകത്ത് വിജയിക്കാനുള്ള ടിക്കറ്റ് എന്താണ്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ലോകത്ത് വിജയിക്കണം. ദുന്യാവിൽ വിജയപരാജയങ്ങളല്ല നാം കണക്കിലെടുക്കേണ്ടത്. ദുന്യാവിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രയാസങ്ങളായിരിക്കും, ചില ആളുകൾക്ക് എപ്പോഴും രോഗങ്ങളായിരിക്കും, ചില ആളുകൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കും, ചില ആളുകൾക്ക് നല്ലോണം സൗഭാഗ്യം ഉണ്ടാകും, നല്ലോണം സമ്പത്തുണ്ടാകും, നല്ല അധികാരം ഉണ്ടാകും, എല്ലാം കൊണ്ടും സന്തുഷ്ട ജീവിതമാകും. അതുണ്ട് എന്ന് വിചാരിച്ച് പരലോകം രക്ഷപ്പെടുമെന്ന് നമ്മളാരും സമാധാനിക്കാൻ പാടില്ല. ദുന്യാവിലെ പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ് എന്നത് പരലോക ചിന്തയിലേക്ക് നമ്മളെ കൂടുതൽ ആവേശം നൽകുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം ഈ അള്ളാഹുവിൻ്റെ ഇലാഹിയായ മാർഗത്തിൽ ജീവിക്കുക, ആ ഒരു സന്ദേശത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കാണിച്ചു തന്നത്, സ്വഹാബത്തെ കിറാം പഠിപ്പിച്ചു തന്നത്, ഔലിയാക്കളും അമ്പിയാക്കളും സാലിഹ്യങ്ങളും അവരൊക്കെയും സഞ്ചരിച്ച മാർഗം, അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം
ബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ വിഭാഗം മഹാരഥന്മാരായ ആളുകൾ സഞ്ചരിച്ച ഒരു വഴി. ആ വഴിയിൽ സഞ്ചരിക്കാനും ആ വഴിയിൽ ഉറച്ചു നിൽക്കാനും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകിയല്ലോ, അൽഹംദുലില്ലാ. ഇത് എത്രമാത്രം റബ്ബിനെ സ്തുതിച്ചാലും നമുക്ക് മതിവരുകയില്ല. അത്രത്തോളം അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഈ ഒരു മാർഗത്തിനിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ഷിർക്ക് എന്നുള്ളത്. സബഉൽ മുബിക്കാത്തിലെ ഒന്നാമത്തെ തെറ്റ് ഷിർക്കാണ്. ഖുർആനിൽ ഷിർക്കിനെ കുറിച്ച് ഗൗരവം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഷിർക ലളുൽമുൻ അദീം. വലിയ തെറ്റാണ്, വലിയ കുറ്റാണ്. ആ ഷിർക്കിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ നമുക്ക് വരാതെ നാം ശ്രദ്ധിക്കണം. അള്ളാഹു എനിക്ക് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അഥവാ നമ്മുടെ ചില ചിന്തകൾ, നമ്മുടെ ചില വാക്കുകൾ, നമ്മുടെ ചില പ്രവർത്തനങ്ങളൊക്കെ അങ്ങോട്ടെത്തിക്കാം. അതിൽ നിന്ന് മോചനം ലഭിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇമാം തിർമിദിയും ഇമാം നസായിയും റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസ്. ഫർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു അവർ പറയാണ്, അവരെ ഉപ്പയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൗഫൽ എന്നവരോട് പറഞ്ഞു. ഫർവത്ത് ബിൻ നൗഫലാണ് ഉദ്ധരിക്കുന്നത്. നൗഫൽ എന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. സുമ്മനം, പിന്നെ നിങ്ങൾ ഉറങ്ങുക. അലാ ഖാത്തിമത്തിക, അതിൻ്റെ അവസാനം. ആ സൂറത്ത് കഴിയുമ്പോൾ, ആ സൂറത്ത് തീരുമ്പോൾ നിങ്ങൾ ഉറങ്ങുക. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, അത് ഷിർക്കിൽ നിന്ന്, ബഹുദൈവ ആരാധനയിൽ നിന്നുള്ള മോചനമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇതിൻ്റെ അർത്ഥം, ഈ ഹദീസിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എന്നും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് കുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് പാരായണം ചെയ്താൽ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടും, മോചനം ലഭിക്കും. ഷിർക്കിൽ നമ്മൾ ചെന്ന് ചാടൂല എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറച്ചൊരു വിശ്വാസം നൽകി ആ യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളെ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.